ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു റംദാൻ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വ്ളോഗിൽ കുറച്ച് റെസിപ്പീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഉച്ച മുതലുള്ള കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ റമദാൻ വ്ളോഗിൽ രാവിലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. രാവിലത്തെ പണിയും ഉച്ചക്കത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നോമ്പുതുറൻ്റെ കാര്യങ്ങൾ നോക്കാറ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടെ ചിക്കൻ കൊണ്ടുവന്നാൽ വേഗം തന്നെ കഴുകി വൃത്തിയാക്കി ഓരോ പാർട്ടാക്കിയിട്ട് ബോക്സിലിട്ട് വെക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വേഗം വെള്ളത്തിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഐസൊക്കെ പോയി 1-2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് 300 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് ആയാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയാൽ ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ടൈം ഓയിലിൽ മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ടുകൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി ഈ സവാള വഴന്ന് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലൊക്കെ മാറ്റി ചെറിയ പീസായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അടുത്തത് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ 300 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അടുത്തത് മക്രോണി പോളയാണ് തയ്യാറാക്കുന്നത്. അതെൻ്റെ സിസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മസാല ആക്കുമ്പോഴും മക്രോണി പോളയിലേക്ക് വേണ്ട ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. 100 ഗ്രാം ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ മസാല തയ്യാറാക്കാം. ഒരു പച്ചമുളകും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഈ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഈ സവാള വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം. അടുത്തത് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിലും കുറച്ചിട്ട് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ പച്ചമണം പോയാൽ 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് കുക്കാവണ്ട കേട്ടോ. ഇനി ഇതിൽ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസും ഇട്ടുകൊടുക്കാം. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക. എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കാത്തത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മസാലയിലേക്ക് മക്രോണി വേവിച്ചത് ഇട്ടുകൊടുക്കാം. 1 കപ്പ് മക്രോണിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. മക്രോണി കുക്കായാൽ വെള്ളം മാറ്റിയിട്ട് മക്രോണി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി മസാലയും മക്രോണിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 4 മുട്ടയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാണ് മക്രോണി പോളയുടെ ബാറ്റർ. ഇതിലേക്ക് മൈദയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഈ മക്രോണിയുടെ മസാല ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാന് വെച്ചെടുക്കാം. പാന് ഡയറക്റ്റ് ഇതിലേക്ക് വെക്കരുത്. ഒരു മൂടി അടിയിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് പാന് വെച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വേഗം അടി കരിഞ്ഞു പോകും. ഇനി പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. പാനിൻ്റെ സൈഡിലൊക്കെ ഓയിൽ ആക്കി കൊടുക്കാം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം തുറന്നിട്ട് തക്കാളി സ്ലൈസസും ക്യാപ്സിക്കവും വെച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ ക്യാരറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. രാത്രിയിലേക്ക് കഴിക്കാൻ കുഞ്ഞിപ്പത്തലാണ് ആക്കുന്നത്. കുഞ്ഞിപ്പത്തലിനോ കക്കറോട്ടി എന്നൊക്കെ പറയാറുണ്ട്. വറുത്തരച്ച ബീഫ് കറിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം കറിയിലേക്ക് വേണ്ട തേങ്ങയൊക്കെ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും ഇട്ടിട്ട് വറുത്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പകുതി ഇട്ടുകൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിലെ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും ഇട്ടിട്ട് കുറച്ച് ടൈം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയാൽ അരച്ചെടുക്കാം. അങ്ങനെ മക്രോണി പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇത് തിരിച്ചിട്ടിട്ട് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. അങ്ങനെ തേങ്ങയുടെ ചൂട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം.
ഇനി കറിയാക്കി തുടങ്ങാം. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെറിയ പീസ് പട്ടയും ഒരു ഏലക്കായും 2 ഗ്രാമ്പും ഇട്ടുകൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കാം. ഇനി 2 വലിയ സവാളയും 4-5 പച്ചമുളകും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി ഉള്ളി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ബീഫ് ഇടാം. 1/2 കിലോ ബീഫാണ് എടുത്തത്. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫ് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കണം. 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടുത്തത് ജ്യൂസ് തയ്യാറാക്കാം. നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. അടുത്തത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ജ്യൂസ് 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിത് കുറച്ച് ലൂസായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 ലിറ്റർ പാലെടുത്തത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി ഈ ജ്യൂസിൽ കുറച്ച് അനാർ കൂടി ഇട്ടുകൊടുക്കാം. അടുത്തത് കുഞ്ഞിപ്പത്തലിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയും കുറച്ച് സവാളയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 കപ്പ് വെള്ളവും 1.5 കപ്പ് പച്ചരി കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് ഇതിലേക്ക് 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ കുഞ്ഞിപ്പത്തലിൻ്റെ കൂട്ട് ഇവിടെ റെഡിയായി. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പത്തലാക്കിയെടുക്കാം. പിന്നെ ഉമ്മ ഇവിടെ തരി കാച്ചിയത് കൂടി ആക്കുന്നുണ്ട്. 3 കപ്പ് പാലിലേക്ക് 1 കപ്പ് വെള്ളം മിക്സ് ചെയ്ത് ചൂടാക്കുക. പാല് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് തരി ഇട്ട് കൊടുക്കണം. തരി വറുത്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂസും റേസിൻസും വറുത്തിട്ട് തരി കാച്ചിയതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വറുക്കുമ്പോൾ ചെറിയ പീസ് സവാള ഇട്ട് കൊടുക്കാറുണ്ട്. സവാള ഇട്ടത് ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് സവാള ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അടുത്തത് നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കി വെച്ചില്ലേ, അതിലേക്ക് വേണ്ട മാവാണ് കുഴച്ചെടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1.5 കപ്പ് മൈദയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നേരത്തെ തയ്യാറാക്കിയ മസാല ഇട്ടുകൊടുക്കാം. എന്നിട്ടൊരു ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ സൈഡിലാക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇത് ശരിക്കും ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ആക്കുന്നത്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അറ്റം വരെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇനി വീണ്ടും കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് ലെവലാക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം കായട ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വന്നത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുൻപ് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി പത്തൽ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. എല്ലാം ഒരുമിച്ച് ഇട്ടെടുക്കുന്നില്ല, 2 ബാച്ചായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ച ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തരച്ച തേങ്ങാ മിക്സ് ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിമിൽ വെക്കാം. അടുത്തത് കുറച്ച് ഫ്രൂട്ട്സ് കൂടി കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നോമ്പ് തുറക്കാൻ സമയം ആവാറായി. ഇനി ടേബിൾ സെറ്റ് ചെയ്യാം. പിന്നെ നോമ്പ് തുറന്ന് നിസ്കാരവും ഖുർആനോത്തൊക്കെ കഴിഞ്ഞാൽ അതിന് ശേഷം നോമ്പ് തുറക്കുമ്പോഴുള്ള പാത്രങ്ങളും കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. ഇനി കറിയിലേക്ക് പത്തൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സലാഡും ആക്കിയിട്ടുണ്ട്. ഇത് എളുപ്പമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സവാളയും കക്കിരിയും അനാറും പച്ചമുളകും ഉപ്പും കുറച്ച് വിനാഗറും മിക്സ് ചെയ്തെടുത്തതാണ്. കുഞ്ഞിപ്പത്തൽ സലാഡ് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മെഹറിന് വേഗം തന്നെ ഫുഡ് കൊടുക്കും. ഫുഡ് കഴിപ്പിക്കാൻ കുറച്ച് പണിയാണ്, വേഗത്തിൽ കഴിക്കില്ല. ഒരുപാട് ടൈം വേണം അവളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.